ഭക്തിവിശ്വാസങ്ങളുടെയും പഞ്ചാക്ഷര മന്ത്രധ്വനികളുടെയും നിറവിൽ മഹാശിവരാത്രിയെ വരവേൽക്കുവാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സമൂഹം. ഭക്തിയുടെയും പരിശുദ്ധമായ പ്രണയത്തിൻ്റെയും സന്ദേശമാണ് ശിവരാത്രിയിൽ പ്രസരിക്കപ്പെടുന്നത്. പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ളത്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് ലഭിക്കുവാനായി പാലാഴി കടഞ്ഞു. മന്ധര പർവ്വതത്തെ കടകോലാക്കി ശിവന്റെ കണ്ഠാഭരണം കൂടിയായ നാഗരാജാവ് വാസുകി എന്ന ഘോരസർപ്പത്തെ കയറാക്കിയാണ് പാലാഴി കടഞ്ഞത്. തലഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്ത് ദേവന്മാരും പിടിച്ചുകൊണ്ടുള്ള ശക്തമായ കടയലിൽ അവശനായ വാസുകി കാളകൂടം എന്ന ഉഗ്രവിഷം ഛർദ്ദിച്ചു. ഒരു തുള്ളി വീണാൽ പ്രപഞ്ചം ഒന്നടങ്കം ചുട്ടുചാമ്പലായി പോകുന്ന വിധം ഉഗ്രശക്തിയുള്ള കാളകൂട വിഷം എന്തു ചെയ്യണമെന്നറിയാതെ ലോകമാകെ തരിച്ചു നിന്നു. ഉടൻ പ്രപഞ്ചനാഥനായ ശ്രീപരമേശ്വരൻ വാസുകി ഛർദ്ദിച്ച കാളകൂട വിഷം കൈകളിൽ വാങ്ങി പാനം ചെയ്യുകയുണ്ടായി. അതുകണ്ട് ഭർത്താവിന് വിഷബാധയുണ്ടാകുമോ എന്നു ഭയന്ന ശ്രീപാർവതി വിഷം താഴേക്കിറങ്ങാതിരിക്കുവാനായി ഭർത്താവിൻ്റെ കഴുത്തിൽ 2 കൈകളും കൊണ്ട് അമർത്തിപ്പിടിച്ചുവെന്നും കാളകൂടം കഴുത്തിൽ ഉറച്ച് ഭഗവാൻ നീലകണ്ഠനായി മാറിയെന്നും പുരാണങ്ങൾ പറയുന്നു. എന്നിട്ടും ആശങ്ക ഒഴിയാതെ ശ്രീപാർവതി ദേവി ഒരു രാത്രി മുഴുവൻ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് ഉറക്കമിളച്ച് ശിവപൂജ നടത്തി കഴിഞ്ഞുകൂടിയത്രേ. 33 ദേവതകൾക്കും ഏകനാഥനായ ശ്രീപരമേശ്വരന് കാളകൂടം ബാധകമല്ലെന്ന് അറിയാമായിരുന്നിട്ടും ആദിപരാശക്തിയായ ശ്രീപാർവതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഭഗവാനെ തന്നെയായിരുന്നു എന്നത് മറ്റൊരു കൗതുകം. ഇതാണ് ശിവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ ഒന്ന്. ഹിമവാന്റെ പുത്രിയായ ശ്രീപാർവതി ശ്രീപരമേശ്വരനെ ഭർത്താവായി ലഭിക്കുവാൻ നടത്തിയ ദീർഘതപസ്സിനൊടുവിൽ ഭഗവാൻ പ്രത്യക്ഷനായ ദിനമാണ് ശിവരാത്രി എന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. ശിവരാത്രി നാൾ ദേവിക്കൊപ്പം ഉപവാസമനുഷ്ഠിച്ച് ഉറക്കമിളച്ച് ശിവപൂജയിൽ മുഴുകിയാൽ ജന്മപാപങ്ങൾ നശിക്കുമെന്നും ഏത് ആഗ്രഹങ്ങളും സാധ്യമാകുമെന്നും ഐശ്വര്യങ്ങളും കൈവരുമെന്നുമാണ് വിശ്വാസം. ശിവരാത്രി ദിനം അരിയാഹാരങ്ങൾ ഉപേക്ഷിച്ച് ഫലവർഗ്ഗങ്ങളും കരിക്കിൻ വെള്ളവും മാത്രം ആഹരിച്ച് നിറനിലവിളക്കിനും ശിവപാർവതി ചിത്രത്തിനും മുന്നിൽ ഓം നമ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി ഉരുവിട്ടും ശിവസ്തുതികൾ ആലപിച്ചും ഉറക്കമിളച്ചാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തോടെയാണ് വീടുകളിലെ ശിവരാത്രി വ്രതം സമാപിക്കുന്നത്. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.